ഒരു സാധാരണക്കാരന് ഹൈഡ്രോപോണിക്സ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് പമ്പ് മറ്റുള്ള ഇലക്ട്രിസിറ്റി വേണം അങ്ങനെയൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഒരു 4 ഇഞ്ചിൻ്റെ ഒരു PVC പൈപ്പാണ്. അത് എൻഡ് ഗ്യാപ്പ് ഇട്ടിരിക്കുന്നു. ഇത് ഭിത്തി പിടിപ്പിക്കുന്ന ക്ലാമ്പാണ് ഇത് വെച്ചേക്കുന്നത്. ഇതിനകത്ത് ഹോൾ ഇട്ടിട്ടുണ്ട്. ഹോളിനകത്ത് നെറ്റ് പോട്ട് എന്നാണ് ഇതിന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ചെടിയുടെ തൈ വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ന്യൂട്രിയൻസ് ആണുള്ളത്. ഇതെപ്പോഴും 2/3 സ്ഥലത്ത് മാത്രമേ നമ്മൾ ന്യൂട്രിയൻസ് നിറയ്ക്കത്തുള്ളൂ. ഇത് എന്താ ഇതിൻ്റെ ചെടിയുടെ ഡിപ്പെൻഡ് ചെയ്തേക്കുന്നതനുസരിച്ച് നമ്മളിത് സാധാരണ ഫ്രൂട്ട് ലീഫി വെജിറ്റബിൾ ഇങ്ങനെ വയ്ക്കുന്നതാണ് ഏറ്റവും എളുപ്പം. പിന്നെ ക്രാക്കിംഗ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഒരു പ്രൊഫസർ ക്രാക്കി എന്ന് പറഞ്ഞ ഹവായ് യൂണിവേഴ്സിറ്റിയിലുള്ള ആളാണ് ഇത് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു മെത്തേഡാണ്. അതുപോലെ തന്നെ വേറൊരു മെത്തേഡാണ് തെർമോകോൾ ബോക്സ്, സ്റ്റെറോഫോമിൻ്റെ ബോക്സ്. എല്ലാവർക്കും അറിയാമല്ലോ, അത് ഫിഷ് ബോക്സ്, ഫിഷ് വയ്ക്കുന്നത്. ഇതിനകത്ത് ഇത് ചെറിയൊരു വിലയ്ക്ക് കിട്ടുന്ന സാധനമാണ്. ഇതിനകത്ത് നമ്മൾ ഇതുപോലെ നെറ്റ് പോട്ട്, അതായത് ഹോൾ ഇട്ടിട്ട് നമ്മൾ ഇത് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഈ നെറ്റ് പോട്ടിന് വരെ നമുക്ക് ഗ്ലാസ് ഉപയോഗിക്കാം, ഗ്ലാസ്സിനകത്ത് ഹോൾട്ട് ഉപയോഗിക്കാം. ഇത് ചെടി ഹോൾഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ നെറ്റ് പോട്ട് എന്നുള്ള സാധനം ഉള്ളത്. ഇതിനകത്ത് ന്യൂട്രിയൻസ് ഒഴിക്കുമ്പോൾ ഇപ്പോഴും അറിയാം, ഇതിനകത്ത് 2/3 സ്ഥലമാണ് ഞാൻ ഇത് ഫില്ല് ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ബാക്കി സ്ഥലത്ത് എയർ സർക്കുലേഷന് വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റൂട്ട് സ്ട്രക്ചർ ഉണ്ടോ, ഇത് വെള്ള കളർ എന്ന് പറയുമ്പോഴത്തേക്ക് റൂട്ട് ഹെൽത്ത് എന്നുള്ളതാണ്. ഇതിൻ്റെ pH നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് പമ്പില്ല, ഒന്നുമില്ല. ഇതിപ്പോൾ 1 മാസമായ സാധനമാണ്. ഇതിൻ്റെ വളർച്ച നിങ്ങൾ നോക്കൂ, 1 മാസമായ സാധനമാണ്. ഇത് സാധാരണ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു സാധനമാണ് മിൻറ്റ്. അടുത്തത് ഇതൊരു മിൻറ്റ് ഒരു പാത്രത്തിൽ ഇരിക്കുക, ഒരു കാണുമ്പോൾ എന്തോ വലുത് സാധനമാണെന്ന് തോന്നുന്നതാ. ഇതൊരു പൊട്ടിയ മഗ്ഗാണ്. അതിനകത്ത് തന്നെ ഇത് വെച്ചിരിക്കുകയാണ്. ഞാനിങ്ങനെ ഇത് വയ്ക്കാൻ ഇങ്ങനെ സാധനം കണ്ടു, അതിനകത്ത് ഞാൻ എടുത്ത് വെച്ചു. അപ്പോൾ ഇതിനകത്ത് വലിയ സാധനങ്ങളോ നോക്കുക, ഏത് കുപ്പിയും സാധനങ്ങളും എന്ത് വെച്ച് നമുക്കിത് ചെയ്യാം. ഇത് ഹൈഡ്രോപോണിക്സ് രീതി വളർത്തിയിരിക്കുന്ന മല്ലിയാണ്. ഞങ്ങളിതിനകത്ത് ഒരുപാട് ഹാർവെസ്റ്റ് ചെയ്തു. ഇതിനകത്ത് ഒന്നുമില്ല, സാധാരണ ഒരു ചെടിച്ചട്ടി, അതിൻ്റെ അടിയിൽ ഹോൾ വേണം. ആ ഹോളിലൂടെ ഇതിനകത്ത് നമ്മൾ ഒരു ബേസിനകത്ത് ന്യൂട്രിയൻസ് വയ്ക്കുന്നു. കാപ്പിലറി ആക്ഷൻ. ഇതിനകത്ത് വെറും കൊക്കോപ്പിറ്റാണ് നിറച്ചിരിക്കുന്നത്. സാധാരണ നിങ്ങൾ മണ്ണ് നടുന്ന പോലെ ഇതിനകത്ത് വിത്തിടുന്നു, കൊക്കോപ്പിൻ്റെ പുറത്ത് താഴെ വയ്ക്കുന്നു. ആദ്യത്തെ പ്രാവശ്യം ഇതിനകത്ത് വെള്ളം ഒഴിക്കണം, കാപ്പിലറി ആക്ഷൻ തുടങ്ങുന്നതിന് വേണ്ടി. അതാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിനകത്ത് നമുക്ക് നേരെ കിട്ടി. ഇത് നമുക്ക് ഒരുപാട് ഹാർവെസ്റ്റ് ചെയ്ത സാധനമാണ്. ഇതിനകത്ത് ന്യൂട്രിയൻസ് വെച്ചേക്കുന്നു. തിരി തന്നെ എന്നുള്ള രീതി, വിക്ക് ഇറിഗേഷൻ എന്നുള്ള ഇതാണ്. അതേ മെത്തേഡ് തന്നെയാണിത്. ഇതിനകത്ത് ഒരു തിരിനനയുടെ സാധനം ഇതിനകത്ത് മണ്ണ് ഒരു തിരിനകത്ത് ഇട്ടിട്ടുണ്ട്, റാന്തല തിരിവുള്ളത്. താഴെ ന്യൂട്രിയൻസ് വയ്ക്കുന്നത്. അപ്പോൾ എന്ത് പാത്രം കിട്ടിയാലും ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ പുതിന മിൻ്റാണ്. എഗെയിൻ ഇത് ഒരു ബേസിനാണ്. സാധാരണ ഒരു ബേസിനകത്ത് ഒരു തെർമോകോൾ ഷീറ്റ് വെച്ചിട്ട് അതിനകത്ത് ഇത് വെച്ചിരിക്കുകയാണ്, നെറ്റ് പൊട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ റൂട്ട് സ്ട്രക്ചർ കണ്ടില്ല. അപ്പോൾ ഇതുപോലെ ഏതൊരു ചെറിയ പാത്രം കിട്ടിയാലും അതിൻ്റെ മേളിൽ തെർമോകോൾ വേണമെന്നില്ല. നിങ്ങൾക്കൊരു പല പീസ് ഇടാം, ഒരു മെറ്റൽ ഷീറ്റ് അതിനടുത്ത് പുറത്തിടാം. അതിനകത്തൊരു ഹോൾ ഇട്ടിട്ട് ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രിയൻസ് താഴെ തട്ടിയിരിക്കണം. ഇതുപോലെ പുതിന ഉണ്ടായി വരുന്നുണ്ടോ. ഇതിപ്പോൾ 1 മാസമായിട്ട് വെച്ചിട്ട്. ഇതും ക്രാക്കിംഗ് മെത്തേഡാണ്. ഇതിനകത്ത് പമ്പോ വെള്ളം ഒന്നുമില്ല, ചുമ്മാ നമ്മളെടുത്തിടുക. അതിനകത്ത് ടൊമാറ്റോ ബ്ലാക്ക് കൊപ്പൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ ബ്ലാക്ക് കളറാണ്. ഇത് ആദ്യമേ നോർമൽ ഗ്രീൻ കളറിലായിരിക്കും. ഇത് ഈ ടൊമാറ്റോ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഡിറ്റർമിൻ ടൈപ്പും ഇൻഡിറ്റർമിനേറ്റ് ടൈപ്പും എന്ന് പറയും. ബുഷായിട്ട് വളരുന്നതും വെയിനായിട്ട് വളരുന്നതും. ഇത് വെയിനായിട്ട് വളരുന്ന സൈസ് ഇൻഡിറ്റർമിനേറ്റ് ടൈപ്പ് എന്ന് പറയുന്ന ടൊമാറ്റോ ആണത്. ഇത് നോർമലി ഗ്രീൻ ഹൗസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും നമുക്കൊരു 6-8 മാസം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വിളവ് തരുന്ന ഇനമാണ്. ഇതിനകത്ത് തന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാമല്ലോ എത്രത്തോളം തക്കാളിനകത്ത്. ഇതിപ്പം വലുതായി വരുമ്പോഴത്തേക്ക് ഇത് ബ്ലാക്ക് കളറിൽ വരും. ഇതൊക്കെ ഞാൻ മേടിച്ചിരിക്കുന്ന വിത്തുകൾ ഇപ്പോഴത്തെ കോവിഡ് സിറ്റുവേഷനായിട്ട് ഇന്ത്യയിൽ നിന്നൊന്നും മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് UK ആമസോൺ എന്നാണ് മേടിച്ചിരിക്കുന്നത്. ഇത് കറക്റ്റ് അതിൻ്റെ ആ കളറിലെ തന്നെ സാധനങ്ങൾ നമുക്ക് കറക്റ്റ് പറഞ്ഞ രീതിയിൽ തന്നെ കാറ്റലോഗിൽ കിട്ടുന്നുണ്ട്. 10-12 വെറൈറ്റി ടൊമാറ്റോകൾ എൻ്റെ ഇവിടെ ഉണ്ട്. ഈ വിത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇത് തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒരു വിത്ത് തൈ മേടിക്കുമ്പോഴത്തേക്ക് വിത്ത് നമ്മൾ ആമസോണിൽ നിന്നോ മറ്റൊക്കെ മേടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ റിവ്യൂസൊക്കെ താഴോട്ടുള്ള വായിച്ച് നോക്കുക. ഒരു കോമൺ ഇതായിട്ട് എനിക്ക് മനസ്സിലാക്കിയ US UK എന്നൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വിത്ത് മേടിച്ച് കഴിഞ്ഞാൽ ആ ആമസോണിൽ നിന്ന് മേടിച്ചാൽ കറക്റ്റായിട്ടാണ് കിട്ടുന്നത്. ക്രോസ് പോളിനേഷൻ അത് അവിടുത്തെ ഒരു കുഴപ്പമില്ല, ഇന്ത്യയിലെ കുഴപ്പമില്ല. ക്രോസ് പോളിനേഷൻ നടക്കുന്നതുകൊണ്ട് അത് ഇപ്പോൾ ഇവിടെ ഇത്രയും നിന്ന് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലാക്ക് തന്നെ കിട്ടണമെന്നില്ല. ഇത് സാൻ മർസാനോ എന്ന് പറയുന്ന വെറൈറ്റി ഇറ്റാലിയൻ ടൊമാറ്റോ ആണ്. ഇത് സോസ് ഉണ്ടാക്കാനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിന് സീഡ്സ് വളരെ കുറവാണ്. നല്ല ഫ്ലഷും ഉണ്ട്. ഫ്ലഷിനും ഒരുപാട് റെഡ് കളറ് നല്ലപോലെ ഉണ്ട്. തണുപ്പിൽ നിന്ന് പെട്ടെന്ന് ചൂടാവുമ്പോൾ ഉണ്ടാകുന്ന ടൊമാറ്റോകൾക്ക് വരുന്ന ഒരു ചേഞ്ചാണ് ഇങ്ങനെ ഇലകൾ ചുരുളുക എന്നുള്ളത്. ഗോൾഡൻ ക്രൗൺ എന്ന് പറയുന്ന UK ആമസോണിൽ നിന്ന് മേടിച്ച ടൊമാറ്റോ ആണ്. ഇത് ഭയങ്കര വലിയ രീതിയിൽ വളരുന്ന ഒരുപാട് കായ പിടിക്കുന്നതാണ്. നല്ല മധുരമുള്ള ഒരു ചെറിയ ടൊമാറ്റോ ആണിത്. ഇത് മർമാൻഡി എന്ന് പറയുന്ന ഒരു ഇതാണ്. ഇതൊരു ബീഫ് സ്റ്റിക്സ് ടൊമാറ്റോ ആണിത്. ഇത്
1 കിലോ വരെയൊക്കെ വരാവുന്നതാണിത് സൈസ്. ഇത് വലുതായി വരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് കാലാവസ്ഥ ചേഞ്ചായി. ഇത് ഞാൻ UK ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇതാണ് എൻ്റെ വിത്ത്. ഇത് നല്ല രീതിയിൽ കുറേ ഞങ്ങൾ ഇതിനകത്ത് നിന്ന് എടുത്തതാണ്. ഇത് ടൊമാറ്റോയുടെ വേറൊരു ഇനമാണ്. ഇത് ഇൽഡി എന്ന് പറയുന്ന ഒരു ഇൻറ്റർമീഡിയറ്റ് ടൈപ്പ് ടൊമാറ്റോ ആണ്. ഇതും US ആമസോണിൽ നിന്ന് ഞാൻ വരുത്തിയതാണിത്. ഇതും നല്ല രീതിയിൽ ഒരുപാട് കായകൾ കിട്ടുന്നതാണ്. നല്ല മധുരമുള്ള ഒരു ഇനമാണ്. നമ്മൾ ഹൈഡ്രോപോണിക്സിൽ നിന്ന് കാണിച്ചിരുന്നു അതേ സാധനം ഞാൻ ഇവിടെ മണ്ണിൽ അതേ സമയത്ത് വെച്ചതാണിത്. ഇതെനിക്കിതുവരെയും ശരിക്കും പറഞ്ഞാൽ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത്രയും ആയിട്ടുള്ളൂ. അതിൻ്റെ വലുപ്പവും കണ്ടില്ലേ. ഞാൻ എല്ലാ രീതിയിലുള്ള നല്ല രീതിയിലുള്ള വളങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. pH ഇതെല്ലാം പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വളർച്ചയ്ക്കുള്ള വ്യത്യാസം ഇതാണ്. അപ്പോൾ ഈ മണ്ണിലൂടെ പോകുമ്പോഴത്തേക്ക് റൂട്ട് സ്ട്രക്ചറിലൂടെ അബ്സോർവ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ആ എഫിഷ്യൻസി കുറവ് മൂലമാണ് സംഭവിക്കുന്നത്. മറ്റേ ഹൈഡ്രോപോണിക്സിലാകുമ്പോഴത്തേക്ക് നമുക്കത് എങ്ങനെ എത്രയും പെട്ടെന്ന് ചെടികൾക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ അയോണിക് ഫോമിലാണ് ഫുഡ് കൊടുക്കുന്നത്. നല്ല രീതിയിൽ പിടിച്ചു നിൽപ്പുണ്ട്. പക്ഷേ കായ്ക്കൾക്കൊന്നും അത്ര അങ്ങോട്ട് വലിപ്പം വന്നില്ല. ILD എന്ന് പറയുന്നത് നമ്മൾ അപ്പുറത്ത് കണ്ട ഹൈഡ്രോപോണിക്സ് നിൽക്കുന്ന അതേ ഇനത്തിൻ്റെ മണ്ണിൽ നിൽക്കുന്ന ഇനമാണ്. ഇത് നല്ല രീതിയിൽ പിടിച്ചിരുന്നു. അപ്പോൾ ഇത് ക്ലൈമറ്റ് ചേഞ്ച് ആയ സമയത്ത് ഇതിൻ്റെ അസുഖങ്ങളൊന്നുമല്ല. ഇത് ഇതിൻ്റെ വെതർ ചേഞ്ച് മൂലം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. വെതർ ചേഞ്ച് മൂലം ഇതിൻ്റെ ഇല ചുരുളും. ഇത് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. നല്ല മധുരമാണ്. അപ്പോൾ മറ്റേപോലെ അല്ല, ഇത് ഹൈഡ്രോപോണിക്സിലും ഓർഗാനിക്കലും എനിക്ക് നല്ല രീതിയിൽ തന്നെയാണ് ഇതുണ്ടായിട്ടുള്ളത്. ഇത് റെഡ് ബേസിലാണ്. ഈ ബേസിൽ ഇവിടെ വച്ചേക്കുന്നത് ഇതിനെ കമ്പാനിയൻ പ്ലാനിങ് എന്ന് പറയും. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഫസ്റ്റ് ഇതിനകത്ത് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പോളിനേഷനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് ഒരുപാട് ബീസിനെ അട്രാക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ മറ്റുള്ള ചെടികൾക്ക് ഒരുപാട് വിധമായ കീടങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടും. ഇതിൻ്റെ സ്മെല്ല് പോകുന്നതുകൊണ്ട് മറ്റുള്ള ചെടികളിലേക്ക് കീടങ്ങൾ വരുന്നത് അതിൻ്റെ സ്മെല്ല് അട്രാക്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ ഇതിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ട് മറ്റുള്ള കീടങ്ങൾ ഇങ്ങോട്ട് വരില്ല. അപ്പോൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കമ്പാനിയൻ പ്ലാന്റ്. ഓരോ ചെടികൾക്കും ഓരോ സ്പീഷീസ് അനുസരിച്ച് ഡിഫറെൻറ്റ് കമ്പാനിയൻ പ്ലാന്റിങ്സ് ആണ് നമ്മൾ വയ്ക്കേണ്ടത്. ഇത് തായ്ലൻഡ് ബേസിലാണ്. അല്ലാതെ നമ്മുടെ ഗ്രീൻ കളറിലെ ബേസിൽ വെച്ചാലും മതി. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പൂക്കളുണ്ടാവും. നമ്മുടെ തുളസി അല്ല ഇത് ഡിഫറെൻറ്റ് ടൈപ്പാണ് സാധനം. ഇത് ഇന്ത്യൻ ഹൈബ്രിഡ് വിത്ത് പാവയ്ക്കാണിത്. നാംദാരി എന്നാണ് ഇതിൻ്റെ പേര്. നാംദാരി എന്നുള്ളത് നല്ലൊരു ബ്രാൻഡാണ് ഇന്ത്യയിൽ കിട്ടുന്നത്. ഇത് ഒരുപാട് കായ്ക്കുന്നുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു 3 മന്ത്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒരുപാട് നമ്മളിതിനകത്തുനിന്ന് വിളവെടുപ്പ് കഴിഞ്ഞതാ. ഇത് ഇപ്പോഴും കായ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഹൈഡ്രോപോണിക്സിലാണ് ഇത് നിൽക്കുന്നത്. ചെറിയൊരു ചട്ടിയിൽ നിൽക്കുന്ന കണ്ടില്ലേ. ഇതിൻ്റെ ലെങ്ത്ത് കണ്ട ഓൾമോസ്റ്റ് ഒരു മുഴം നീളം എന്ന് പറയാൻ വേണമെങ്കിൽ. 2 വർഷത്തിൽ കൂടുതലായ ഒരു മുളകാണ് ഇത്. ഉജ്ജ്വല എന്ന് പറഞ്ഞ് നല്ല എരിവുള്ള ഒരു നാടൻ വെറൈറ്റിയാണ്. നമ്മുടെ ഇന്ത്യൻ വെറൈറ്റിയാണ്. നമ്മൾ സമ്മർ വരുമ്പോൾ ഇതെല്ലാം പ്രൂൺ ചെയ്ത് ഇതിൻ്റെ കായ്ബലമൊക്കെ കുറയും. പിന്നെ നമ്മളിതെല്ലാം ഇതിൻ്റെ ലീവ്സൊക്കെ ബ്രാഞ്ചസൊക്കെ വെട്ടി ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തും. പിന്നെ നെക്സ്റ്റ് സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിന് ഒരുപാട് പുതിയ ഇലകളൊക്കെ വന്ന് നിറച്ച് കായ്ച്ചു തുടങ്ങും. ഇത് നമ്മൾ ഓർഗാനിക് രീതി എന്ന് പറയാൻ പറ്റത്തില്ല. ചാണകവും കമ്പോസ്റ്റും അങ്ങനെ എല്ലാം ഇടും. ഇടയ്ക്ക് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കും, എന്തെങ്കിലും ഡെഫിഷ്യൻസി വരാതിരിക്കാൻ വേണ്ടി. ഇത് സിറ എന്നുള്ള നാടൻ നമ്മുടെ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന വെറൈറ്റി മുളകാണ്. ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ 2 ഇയേഴ്സ് കഴിഞ്ഞു. 3rd ഇയറിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മുളക്. ഒരുപാട് കായ്ച്ചിട്ടുണ്ട്. ഇത് ഹൈഡ്രോപോണിക്സിലാണ് നിൽക്കുന്നത്. ഇത് ചൂട് സീസൺ ആകുമ്പോൾ കായ്ക്കളൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ലീവ്സും എല്ലാം നമ്മൾ പ്രൂൺ ചെയ്ത് ഇതിനെ നിർത്തും. പിന്നെ നെക്സ്റ്റ് സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും അത് നല്ലപോലെ പൊടിച്ച് വന്ന് ഇഷ്ടം പോലെ മുളകുണ്ടാവും. ഇതുപോലുള്ള ഒരു മുളക് ഉണ്ടായാൽ തന്നെ നമുക്ക് ഒരു വീട്ടിലേക്ക് അത്യാവശ്യമുള്ള എല്ലാ ഉപയോഗം കഴിയും. ഇത് വൈറ്റ് കാന്താരി ഹൈഡ്രോപോണിക്സിൽ നിൽക്കുന്നതാണ്. ഇത് ഓൾമോസ്റ്റ് 3 വീക്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴത്തേനും നന്നായി കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്.
ഇത് പൊമഡ്രോ റെഡ് ചെറി ടൊമാറ്റോ ആണിത്. ഇത് ഇൻഡിറ്റർമിനേറ്റ് ടൈപ്പാണ്. ഇത് ഒരുപാട് ഹൈറ്റിൽ പോവും. ഇതെല്ലാം ഇങ്ങനെ വള്ളി പോലെ വൈൻ ടൈപ്പാണിത്. ഇത് ഒരുപാട് കായ്ക്കും. ഒരു കൊലയിൽ തന്നെ ഒരു 15-16 എണ്ണം ഉണ്ടായിരിക്കും. ഇതിപ്പോൾ ഓൾമോസ്റ്റ് സീസൺ തീരാറായതുകൊണ്ട് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് വന്നിരിക്കുകയാണ്. ഇതിവിടെ ഒമാനിൽ തന്നെ കിട്ടുന്ന വെറൈറ്റിയാണ്. ഹൈബ്രിഡ് സീഡുകളാണ് ഇതെല്ലാം. നമ്മളെല്ലാം ഹൈബ്രിഡ് സീഡുകളാണ് യൂസ് ചെയ്യുന്നത്. ഹൈബ്രിഡ് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം വരും. ഒരുപാട് ടൊമാറ്റോസ് അടുത്തടുത്ത് നിൽക്കുമ്പോൾ ക്രോസ് പോളിനേഷൻ നടന്ന് ചിലപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഇതേ ക്വാളിറ്റി കിട്ടണമെന്നില്ല. ചിലപ്പോൾ കിട്ടുമായിരിക്കും, പക്ഷേ നമുക്കത് 100% ഉറപ്പിക്കാൻ പറ്റില്ല. ഹൈബ്രിഡ് ടൊമാറ്റോ ആണ് ഇത്. ബീഫ് സ്റ്റീക്കിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ് ഇത്. ഞാൻ US ആമസോണിൽ നിന്ന് വരുത്തിയാണ്. ഇത് 3 പൗണ്ടോളം വെയിറ്റ് വരും ഇതിന്. ഇത് ഞാൻ നട്ടിട്ടുണ്ട്, അത് ഇതായി വന്നിട്ടില്ല, ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇതൊരു ഇറ്റാലിയൻ ഇതായിട്ടുള്ള പൊമാഡോറോ എന്ന് പറയുന്ന ലോക്കലി അവൈലബിൾ, ഒമാനിലൊക്കെ അവൈലബിൾ ആയിട്ടൊരു വിത്താണിത്. ഇത് ഇൻഡിറ്റർമിനേറ്റ് ടൈപ്പാണ്. ഇത് ഇങ്ങനെ മേലോട്ട് വൈൻ പോലെ പോകുന്ന സാധനമാണിത്. ഇതിപ്പം വച്ചിട്ട് ഞങ്ങളിപ്പോൾ ഒരു 4 മാസം 5 മാസം ആയതാണ്. ഇത് ഞങ്ങൾക്ക് ഒരു 10-15 കിലോയെങ്കിലും ഇതിനകത്തുനിന്ന് വിളവെടുത്തിട്ടുണ്ട്. അതേ സമയത്ത് ഞാൻ വച്ചിരിക്കുന്ന ഒരു ഓർഗാനിക്കായിട്ട് വച്ചിരിക്കുന്ന ഒരു അതേ തൈയാണിത്. അതിനകത്ത് ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് ഇത് കായ്ക്കുന്നതേ ഉള്ളൂ. ഇതുവരെ ഞങ്ങൾക്ക് ഇത് ഹാർവസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. അതുപോലുള്ള വേറെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഓർഗാനിക്കായിട്ട് വരുമ്പോഴുള്ള പല പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ. ഇതിപ്പം ഇത് കണ്ടോ, ഇത് ബ്ലോസം എൻറോട്ട് എന്ന് പറയും. ഇത് കാൽസ്യം ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഇതിനകത്ത് കാൽസ്യം, എനിക്ക് ഓർഗാനിക് ആകുമ്പോഴത്തേക്ക് കാൽസ്യം ഉണ്ടെങ്കിൽ എനിക്ക് മുട്ടത്തോട് ഇടണം. മുട്ടത്തോട് പൊടിഞ്ഞ് ഇതായി വരുമ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ കുമ്മായം ഇടാം, മുട്ടത്തോട് ഇടാം. അതൊക്കെയാണ് നമ്മൾ ഓർഗാനിക് രീതി ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ അസുഖം വന്ന് ഈ സാധനം നശിച്ചു. അപ്പോഴത്തേക്ക് കാൽസ്യം അബ്സോർവ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ആ പീരീഡിൽ നമുക്ക് ഈ സാധനം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. 100% ഓർഗാനിക് ഞാൻ ചെയ്തിരിക്കുന്ന പ്രൊമാഡോ എന്ന് പറയുന്ന ഒരു ഇനം ഇതാണ്. പക്ഷേ എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ ഇതിനകത്തുനിന്ന്. ഇത് ഇൻ്റർമീഡിയറ്റ് ടൈപ്പ് മേലോട്ട് പോകേണ്ട സാധനമാണ്. അപ്പോൾ ഇതേ വലുപ്പത്തിലുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഹൈഡ്രോപോണിക്സ് ചെയ്തതിന് 10 കിലോയിൽ കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്, 10-15 കിലോ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് ഇതിപ്പോൾ നല്ല ടേസ്റ്റ് വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, സെയിം ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഈ ഇലകളെല്ലാം ചീത്തയായി നിൽക്കുന്നതിൻ്റെ ഇതിപ്പോൾ 4 മാസം കഴിഞ്ഞ സാധനമാണ്. 4-4.5 മാസം ആയതാണ്. കാലാവസ്ഥ ചേഞ്ച്, പിന്നെ ഇതിനകത്ത് നൈട്രജൻ കൂടുതലായതുകൊണ്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കീടങ്ങളുടെ ശല്യങ്ങൾ കൂടുതലായി വരും. ലീഫ് മൈനേഴ്സ്, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നൈട്രജൻ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. ഇതാണ് ലീഫ് മൈനേഴ്സ് എന്ന് പറയുന്ന സാധനം. ചിത്രകീടമെന്ന് നമ്മുടെ നാട്ടിൽ പറയും. ഇത് കൺട്രോൾ ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ടാണ് നൈട്രജൻ കൂടിക്കഴിഞ്ഞാൽ. പക്ഷേ ഹൈഡ്രോപോണിക്സിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. നമുക്ക് നൈട്രജനും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ബ്ലാക്ക് ടൊമാറ്റോ ആണ്. ഇത് റഷ്യൻ വെറൈറ്റിയാണ്. എൻ്റെ പേര് എനിക്ക് റഷ്യ ആയതുകൊണ്ട് വായിക്കാൻ പറ്റിയില്ല. ഞാൻ ഇവിടുന്ന് അറേഞ്ച് ചെയ്തതാണ്, ഇവിടെ ഒമാനിൽ തന്നെ കിട്ടിയതാണ് എനിക്ക്. ഇത് ബ്ലാക്കാണ്, ഇതിൻ്റെ കളർ കണ്ടോ. ഇതൊക്കെ ഹാർവസ്റ്റിംഗ് കഴിച്ച് നിൽക്കുന്നതാണ്, കുറേ കിട്ടിയിരുന്നതിൻ്റെ. ഇത്രയും നേരം നമ്മൾ US-ൻ്റെയൊക്കെയാണ് വിത്തുകൾ പറഞ്ഞത്. ഞാൻ ഇന്ത്യൻ വിത്തുകൾ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അതാണ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ഈ കോവിഡ് കാലാവസ്ഥ മൂലമാണ് നമുക്ക് അത് കൂടുതലായിട്ട് ഇന്ത്യയിൽ നിന്ന് വിത്ത് ആമസോണിൽ നിന്ന് കിട്ടാൻ പറ്റാതായിപ്പോയി. സാധാരണ ഞാൻ ഉപയോഗിക്കുന്നത് ഈ നന്ദാരി എന്ന് പറയുന്ന സീഡ്സാണ്. നന്ദാരി എന്ന് പറയുന്ന കമ്പനിയുടെയാണ് സാധാരണ ഉപയോഗിക്കാറ്. ഇത് ടൊമാറ്റോയുടെ തന്നെ നന്ദാരിയുണ്ട്, എല്ലാ വെറൈറ്റികളുടെയും സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഇതിപ്പം പാവലിൻ്റെയാണ്. പിന്നെ കൂടാതെ ശിവം എന്ന് പറയുന്ന ഒരു നല്ല ഹൈ ക്വാളിറ്റി ഇതായിട്ടുള്ള ഒരുപാട് ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള തക്കാളി വിത്തുകളാണ്. പിന്നെ ലക്ഷ്മി എന്ന് പറയുന്ന ഹൈബ്രിഡ്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ത്യൻ വിത്തുകളാണ്. ഒരുപാട് ഇന്ത്യൻ വിത്തുകളുണ്ട്. ഇതിൻ്റെ റിവ്യൂ നോക്കിയിട്ട് നമ്മൾ മേടിക്കുക. നമുക്ക് പൊതുവേ ഉള്ള ഒരു സംശയമാണ്, രാസവളം ഉപയോഗിച്ചുള്ള കൃഷി ആരോഗ്യത്തിന് ഹാനികരമാണോ? നമുക്ക് അത് എങ്ങനെയാണ് ഒരു ചെടി സാധാരണ ഓർഗാനിക് വളവും രാസവളവും എങ്ങനെയാണ് അബ്സോർവ് ചെയ്യുന്നതിനെക്കുറിച്ച്, അതിൻ്റെ രീതികളെക്കുറിച്ച് നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് പ്രതിപാദിക്കാം.